ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത് ഓർമ്മയുണ്ടാ? പേജ് നമ്പർ 21. പേജ് നമ്പർ 21. പെൻസിൽ വെച്ച് എഴുതണം, പെണ്ണ് വെച്ചിട്ട് വൃത്തിയടയില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു മീനിങ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇത് എഴുതണ്ട കേട്ടോ. ഇനിയിപ്പോ അത് തടയാൻ പറ്റും. പെൻസിലാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാലോ. മിസ് പഠിപ്പിച്ചു തന്ന അറബിക് വാക്കിന്റെ മീനിങ് മാത്രമേ അതിനകത്ത് നോട്ട് ചെയ്യാൻ പാടുള്ളൂ. മീനിങ് പെൻസിൽ വെച്ച് നോട്ട് ചെയ്യണം. അഥവാ നിങ്ങൾ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്കത് വായിച്ചിട്ട് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, പേജ് നമ്പർ 21. ഫസ്റ്റ് അവിടെ ഒരു ഫാദറിന്റെ പിക്ചർ കാണുന്നുണ്ട് അല്ലേ? കാണുന്നുണ്ടല്ലോ. ഫാദറിന് എന്താ അറബിക് നെയിം? ഫാദറിന്റെ അറബിക് നെയിം എന്താ? എന്താ? അബുൻ. അക്ഷരങ്ങൾ നോക്കി വായിക്കൂ. അക്ഷരങ്ങൾ ആ എന്ന അക്ഷരം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അറബിയിൽ ആ എന്ന എങ്ങനെയാ എഴുതാന്ന് അറിയാലോ, പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ആ റെഡ് കാണുന്ന അക്ഷരം ആ. പിന്നുള്ളത് അബുൻ. അബുൻ മീൻസ് ഫാദർ. അബുൻ ഫാദർ. അതിന്റെ താഴെ പിങ്ക് കളറുള്ള ആ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താ വായിക്കാന്നറിയോ? അഹുൻ. അഹുൻ എന്താ വായിക്ക? അഹുൻ. ഇവിടെ തൊണ്ട എന്ന് വരണ ഹ. അഹുൻ. അഹുൻ. അഹുൻ മീൻസ് ബ്രദർ. ഓക്കെ, അഹുൻ മീൻസ് ബ്രദർ. നെക്സ്റ്റ് അതിന്റെ താഴെ ഉള്ളത് അസദുൻ. അസദുൻ. അസദുൻ മീൻസ് അസദുൻ. അസദുൻ ലയൺ. നെക്സ്റ്റ് അബ്ബുൻ. അബ്ബുൻ ഗ്രാസ്. നെക്സ്റ്റ് ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്നത് ഇസ്മുൻ. 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 ഇസ്മുൻ മീൻസ് നെയിം. നെക്സ്റ്റ് ഇബിലുൻ. ഇബിലുൻ. ഇബിലുൻ camel. നെക്സ്റ്റ് ഇബ്റത്തുൻ. ഇബ്റത്തുൻ ഇഞ്ചക്ഷൻ. നെക്സ്റ്റ് ആ ബേബിന്റെ നേരെ താഴെ കാണുന്നത് ഇബ്നുൻ. ഇബ്നുൻ. ഇബ്നുൻ മീൻസ് നിങ്ങളൊക്കെ തന്നെ സൺ. ഓക്കെ. നെക്സ്റ്റ് ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്ന ഇനാഉൻ. ഇനാഉൻ എന്താ? പോട്ട്. ഉഹ്തുൻ. ഉഹ്തുൻ. ഉഹ്തു മീൻസ് സിസ്റ്റർ. സിസ്റ്റർ. നെക്സ്റ്റ് ഉസ്റത്തുൻ. ഉസ്റത്തുൻ ഫാമിലി. ഉസ്റത്തുൻ ഫാമിലി. ഓക്കെ, നെക്സ്റ്റ് പേജ്. പേജ് നമ്പർ 22. ടേക്ക് യുവർ പെൻസിൽ. ഇനി അടുത്ത പേജ് ആരും മറിച്ച് നോക്കരുത്. അടുത്ത പേജ് ആരും മറിച്ച് നോക്കാൻ പാടില്ല. ഓക്കെ, അവിടെ കാണുന്ന ഒരു പിക്ചർ ഉണ്ട്. ഫസ്റ്റ് കാണുന്ന പിക്ചർ എന്താ? അത് ഗ്രാസ് ആണെന്ന് മിസ്സിന് മനസ്സിലായി. എന്താ അത്? മറിക്കരുത്. ഞാൻ കാണുന്നുണ്ട് ആരൊക്കെ മറിച്ച് നോക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എന്തിനാ മറിച്ച് ദേവാഞ്ജന? തട്ടിപ്പൊന്നും വേണ്ട. ആ മ്യൂട്ട് ചെയ്തിട്ട് പോയിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയിട്ട് നോക്കുവാണല്ലേ. തട്ടിപ്പിലൂടെ പഠിക്കണ്ട. നമ്മൾക്ക് അറിഞ്ഞ് മാത്രമേ പഠിക്കണ്ടൂ അല്ലെ. പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്തയിലേക്ക് പോകണ്ടൂ. ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് മതി നമുക്ക് അടുത്ത്. തിരക്കൊന്നുമില്ല അല്ലെ. ഗ്രാസ് കാണുന്നുണ്ട്. ഗ്രാസിന്റെ അറബിക് നെയിം മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രാസിന്റെ അറബിക് നെയിം എന്താ? ഗ്രാസിന്റെ അറബിക് നെയിം എന്താ? അബ്ബുൻ. അബ്ബുൻ എഴുതാൻ അറിയോ നിങ്ങൾക്ക്?
അപ്പുറം മറിക്കരുതേ, അപ്പുറം മറിച്ച് നോക്കണ്ട. ആ എഴുത് ഫസ്റ്റ്, അതിന്റെ താഴെ ആ എഴുത്. ആ എന്ന് എഴുതാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ എഴുതി ബാക്കിയുള്ളത് മിസ് പഠിപ്പിച്ചു തരും. ആ എഴുത്. ആ എഴുതിയോ? ഇങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? നെക്സ്റ്റ് നമുക്ക് ബുൻ എഴുതണ്ട. അബുൻ. ബുൻ എഴുതണ്ട. അബുൻ അല്ല, അബുൻ മീൻസ് ഫാദർ. അബുൻ. അബുൻ എഴുതണമെങ്കിൽ ഫസ്റ്റ് എന്ത് എഴുതണം? ബാ എന്ന അക്ഷരം എഴുതണം അല്ലേ? ഇതാണ് ബാ. എന്നിട്ട് കുഞ്ഞ് ഡബിളി പോലത്തെ ശ്രദ്ധ പഠിച്ചില്ലേ നമ്മൾ? ഡബിൾ ബാ ഡബിൾ ചെയ്തിട്ടാണ് ഇബ വായിക്കുന്നത്. നമ്മൾക്കിട അബുന്നാണ് എഴുതേണ്ടത് അല്ലേ? അതിന് നമ്മൾക്ക് എന്ത് ചെയ്യണം? ശ്രദ്ധ ചേർക്കണം. ശ്രദ്ധ എങ്ങനെയാ എഴുതുക എന്നുള്ളത് മിസ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? കുഞ്ഞ് ഡബ്ല്യു ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? തൻവീൻ ലം ഇട്ട് കൊടുക്കുക. അബുൻ. അബുൻ. ഗ്രാസിന് എന്താ പറയാ? അബുൻ. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് വൺ. താഴോട്ട് നോക്കൂ. താഴോട്ടാണ് വരേണ്ടത്. ഓക്കെ. അവിടെ ആരൊക്കെയുണ്ട്? അബുൻ, ഉമ്മുൻ, ഇബ്നുൻ അല്ലേ? ഓക്കെ. അതെന്താ? ഫാമിലി ആണ് അല്ലേ? ഫാമിലി. ഓക്കെ. ഉസ്റത്തുൻ എഴുതൂ. ഉസ്റത്തുൻ എഴുതൂ. ഉസ്റത്തുൻ. ഉസ്റത്തുൻ. Usratun. Usratun means family. Next, third one. ആരാത്? ഇബ്നുൻ. എഴുത്. ഇബ്നുൻ. ഈ എഴുത് ഫസ്റ്റ്. ഈ എഴുതൂ. ഈ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ആ ഈ ഉ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഇവിടെ എഴുതിയിട്ടുണ്ട് മോളെ. ഓൾറെഡി നമ്പർ എഴുതിയിട്ടുണ്ട്. ഇത് 1 അറബി 2 3 ഇങ്ങനെ ആക്കത്തിൽ എഴുതും. ഞാൻ അത് കൊടുത്തിരിക്കുന്നു കേട്ടോ. ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ എഴുത്. ഈ ഇബ്നുൻ.
നെക്സ്റ്റ് fourth one. 4. Fourth one. അതാരാ? അവിടെ ഉള്ളതാരാ? സിസ്റ്റർ. സിസ്റ്ററിന്റെ അറബിക് നെയിം പറ. ഉഖത്തുൻ. ഓ ഉഖൻ ഉഖത്തുൻ. Fifth one. ലാസ്റ്റ് ഫസ്റ്റ് ലൈനിൽ ലാസ്റ്റ് കാണുന്ന പിക്ചർ എന്താ? പോട്ട്. പോട്ടിന് എന്താ പറയാ? ഇന്ന ഉൻ. ഈ ഞാക്ക് മുകളിലാണ് കുത്തട്ടോ. ഇന്ന. ഇനി ദീർഘം ഒരു വരയാണ്. ഇന്ന 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 ഉൻ. Finish. ഓക്കെ. ഇനി അടുത്തത് നെക്സ്റ്റ് ലൈൻ നോക്കൂ. ആരാ അവിടെ മുകളിൽ നിൽക്കുന്നേ? അസദുൻ. ആ എഴുത് ഫസ്റ്റ്. ആ നിങ്ങൾ എഴുതി കഴിഞ്ഞ മിസ് എഴുതുന്നുള്ളൂ. 6th. അസദുൻ. എന്താ? അസദുൻ. 6th. 7th. ക്യാമലിന് എന്താ പറയാ? ക്യാമൽ. ക്യാമലിന്റെ അറബിക് നെയിം ഇബിലുൻ. ഇബിലുൻ. എന്താ? ഇബിലുൻ. ഇബിലുൻ. നെക്സ്റ്റ് പിക്ചർ എന്താ? 8.
ചെവി എടുപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? അത് നിങ്ങൾക്ക് അറിയില്ല, അപ്പുറം ഇല്ല. അത് ശരിക്കും ശ്രദ്ധിച്ചിട്ട് എഴുതിക്കോളൂ. അടുത്തത് ഇയർ ആണല്ലേ. ഇയറിന്റെ പിക്ചർ കാണുന്നുണ്ട് അവിടെ. ഇയറിന് എന്താ പറയാന്നുള്ളത് മിസ് എഴുതുന്നുണ്ടോ? ഉസ്നുൻ. ഉസ്നുൻ. ഉസ്നുൻ ചെവി. ഉസ്നുൻ ഇയർ. നെക്സ്റ്റ് ഇത് എഴുതി കഴിഞ്ഞിട്ട് അടുത്തത് എഴുതാം. ഇത്രയും ഫിനിഷ് ആക്കിയ എല്ലാവരും? ഉസ്നുൻ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് 9th. ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ എന്താ പറയാ? ഇബ്റത്തുൻ. ഇബ്റത്തുൻ. 2 കുത്ത്. ഇബ്റത്ത്. ഓക്കെ, നെക്സ്റ്റ് ആരാ? ലാസ്റ്റ് പിക്ചർ ഉമ്മുൻ. എഴുതി. ഉമ്മുൻ. ഓക്കെ, are finished? Okay, പേജ് നമ്പർ 23 നിങ്ങൾക്കുള്ള റൈറ്റിംഗ് പ്രാക്ടീസിനുള്ള പേജ് ആണ്. പേജ് നമ്പർ 23 കാണുന്നുണ്ടോ? ഫസ്റ്റ് അബുൻ. അബുൻ എന്നുള്ളത് ആ 3 ബോക്സിൽ നന്നായിട്ട് എഴുതുക. എന്നിട്ട് മിസ്സിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. നോട്ട് കറക്ഷൻ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഏറ്റവും നല്ല വൃത്തിയിൽ എഴുതുന്ന കുട്ടികൾക്ക് എന്താ 5 സ്റ്റാർ, പിന്നെ 4 സ്റ്റാർ, 3 സ്റ്റാർ, 2 സ്റ്റാർ, 1 സ്റ്റാർ, ഇങ്ങനെ പോകും മാർക്ക്. ആരൊക്കെ 5 സ്റ്റാർ വാങ്ങുന്നുള്ളത് മിസ്സിന് അറിയണം. ഓക്കെ, അത് നോക്കിട്ട് എന്ത് ചെയ്യാ? നല്ല നീറ്റിൽ എഴുതിയിട്ട് അതെന്താ വായിക്കാന്നുള്ളതും കൂടെ പഠിക്കണം. ഇപ്പൊ എഴുതരുത് എഡ്വിൻ. ഇത് ഇന്ന് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. ഇത് അടുത്ത ആഴ്ച ആവുമ്പത്തേന് എല്ലാവരും ഇത് മിസ്സിന് അയച്ചിരിക്കണം. ഓക്കെ, ഓക്കെ അല്ലേ? ഫസ്റ്റ് ഇത് എന്താ വായിക്കുക? അബുൻ. വെരി ഗുഡ്. നെക്സ്റ്റ് എന്താ വായിക്കുക? അവിടെ ബുക്കിൽ നോക്കൂ. എന്താ ഫസ്റ്റ് അബുൻ. അതിന്റെ താഴെയുള്ളത് അഹുൻ. വെരി ഗുഡ്. അതിന്റെ താഴെയുള്ളത് പേജ് നമ്പർ 18 ഉള്ളതും പ്രാക്ടീസ് റൈറ്റിംഗ് അല്ലേ? ഏതാ? ഇതും പ്രാക്ടീസ് റൈറ്റിംഗ് അല്ലേ? ഏതാ? അത് എഴുതിയില്ലായിരുന്നോ? ഇത് ഇവിടെ കാണിക്കുന്ന 3 ലൈനിൽ എഴുതി പഠിക്കാനല്ലേ മിസ്സേ?
ആ എഴുതി പഠിക്കാനുള്ളതാ. അതിനകത്ത് എഴുതണം. ഓക്കേ. എഡ്വിൻ, ഫസ്റ്റ് എന്താ മോനെ വായിക്കുന്നേ? അബുൻ. ഓക്കേ, നെക്സ്റ്റ് വൺ. അഹുൻ. വെരി ഗുഡ്. തേർഡ് വൺ. അസതുൻ. സദുൻ. നെക്സ്റ്റ്. ഫോർത്ത് വൺ. അബ്കുൻ. നോ, അക്ഷരം നോക്കൂ. എവിടെയാ വരയിട്ടിരിക്കുന്നേ? അലിഫിന്റെ താഴെയാണോ മുകളിലാണോ? എവിടെയാ വരയിട്ടിരിക്കുന്നേ? ഇബ്നുൻ. ആ വെരി ഗുഡ്, ഇബ്നുൻ. നെക്സ്റ്റ്. ഫിഫ്ത്ത് വൺ. എവിടെയാ വരയിട്ടിരിക്കുന്നേ? അലിഫിന്റെ മുകളിലാണോ താഴെയാണോ? താഴെ. താഴെ. അപ്പൊ എന്ത് വായിക്കും? ഈ. ഈ കഴിഞ്ഞിട്ട് അടുത്തത് ബ് എന്നാ വായിക്കാം. ഇബ്, ഇബിലുൻ, ഇബിലുൻ, ഇബിലുൻ. സിക്സ്ത് വൺ. ഫിഫ്ത് വൺ. സോറി, സിക്സ്ത് വൺ. ഷഹബാസ്, ഷഹബാസ് അല്ലേ അത്? റീഡ് ഓഫ് ചെയ്തിട്ടാണ്. ഷഹബാസ്. ഓക്കേ. സിക്സ്ത് വൺ എന്താ? സിക്സ്ത് വൺ അക്ഷരം നോക്കി, ഓരോ അക്ഷരവും നോക്കിയിട്ട് വായിക്കുക കേട്ടോ. ഓരോ അക്ഷരവും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ആ ഈ ഊ എന്നുള്ള 3 അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകളാണ് മിസ് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ? സിക്സ്ത് വൺ എന്താ? ഈ ആണ് അല്ലേ? ഈ. ഇബ്റത്തുൻ. അതെന്താ വായിക്കുന്നേ? ഇബ്റത്തുൻ. നെക്സ്റ്റ് സെവൻത് വൺ. സെവൻത് വൺ ഏതാ അക്ഷരം? ഏതാ മക്കളെ? ആ ആണോ ഈ ആണോ ഉ ആണോ? ഊ. ഊക്ക് ശേഷമുള്ള അക്ഷരം ഏതാ? ഉമ്മുൻ. ഉമ്മുൻ. വെരി ഗുഡ്. അതെന്താ വായിക്കുന്നേ? ഉമ്മുൻ. 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 നെക്സ്റ്റ്. ഉമ്മുന്റെ താഴെയുള്ള അക്ഷരം ഏതാ? ഉമ്മുന്റെ താഴെ കാണുന്ന വാക്ക് 1 2 3 4 5 6 7 8.
വന്നിട്ടുണ്ടോ? എയ്ത്ത് വൺ ഏതെന്നാ വായിക്കുക? ഉമ്മുൻ എന്ന വാക്കിന്റെ താഴെ കാണുന്ന അക്ഷരം ഏതാ? ഉ. ഉസ്റത്തുൻ. ഉസ്റത്തുൻ. ശബാസ്. ഉസ്റത്തുൻ. ഉസ്റത്തുൻ. എയ്ത്ത് വൺ. നയൻത് വൺ അക്ഷരം ഏതാന്ന് പറഞ്ഞാ മതി. താഴോട്ടെ. സായി കൃഷ്ണ മടുത്തോ? ഇല്ല, ഷുവറാണോ? ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ട് എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8 9th വൺ അക്ഷരം ഏതാ നോക്കിയേ? ഉ. ഉഹ്തുൻ. ഉഹ്തുൻ. അതെന്താ വായിക്കാ? ഉഹ്തുൻ. ലാസ്റ്റ് വൺ കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാ? ലാസ്റ്റ് വൺ കൊടുത്തിരിക്കുന്ന അക്ഷരം ഏതാ നോക്കൂ. ലാസ്റ്റ് വൺ കൊടുത്തിരിക്കുന്ന അക്ഷരം പി. ഇസ്മുൻ. എന്താ? ഇസ്മുൻ. ഇസ്മുൻ. ഇസ്മുൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കെല്ലാം ഉണ്ടല്ലേ? എന്താ ഇസ്മുൻ എന്ന് പറഞ്ഞാല്? നിങ്ങൾക്കൊക്കെ ഉണ്ട്. അത് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ് അല്ലെ? അത് പറയുന്നത് മറ്റുള്ളവരാണ് അല്ലെ? വിളിക്കുന്നത് മറ്റുള്ള. നിങ്ങളെ പേര് നിങ്ങളെ പേര് വിളിക്കലുണ്ടോ? നിങ്ങളെ പേര് നിങ്ങൾ വിളിക്കാറുണ്ടോ? അപ്പൊ നിങ്ങളെ പേര് ആരാ വിളിക്കുന്നേ? മറ്റുള്ളവരാണല്ലേ? അല്ലേ? ഓക്കെ. ഇസ്മുൻ മീൻസ് നെയിം. ഇസ്മുൻ മീൻസ് നെയിം. അപ്പൊ നിങ്ങൾക്കുള്ള റൈറ്റിംഗ് പ്രാക്ടീസിന് കൊടുത്തിരിക്കുന്ന വാക്കുകളാണിത്. ഇതെന്താ? ഇത് ചുമ്മാ എഴുതി വെച്ചാൽ പോരാ. എന്തായാലും അവിടെ കൊടുത്തിരിക്കുന്നു. മിസ് പറഞ്ഞതല്ലേ, ഒന്ന് എഴുതി വെച്ചേക്കാൻ നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കി വൃത്തിയില്ലാതെ എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. എന്ത് ചെയ്യണം? എഴുതുന്ന അക്ഷരവും ഡൗട്ടുള്ള വേർഡുകളും മിസ്സിനോട് ചോദിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ 3 അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകളാണ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ആ, ഇ, ഉ. ആയിൽ തുടങ്ങുന്നത് അസദുൻ, അബുൻ, അബ്ബുൻ എന്നിങ്ങനെ. ഈല് തുടങ്ങുന്നത് ഇബിനുൻ, ഇസ്മുൻ, ഇബ്റത്തുൻ അങ്ങനെ. ഉ എന്ന അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകള് ഉഹത്തുൻ, ഉസ്റത്തുൻ. പിന്നെന്താ? ഓക്കെ, ഉമ്മുൻ. ഈ 3. അപ്പൊ ഈ 3 അക്ഷരങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആ കണ്ടാല് ആ, ഇ, ഉ. എങ്ങനെയാ എഴുതാ? അലിഫ് എന്ന് എഴുതാൻ അറിയാലോ എല്ലാവർക്കും? അലിഫ് എന്ന അക്ഷരം അറിയാലോ? അലിഫിന് മുകളിൽ ഒരു വരയിട്ട് കൊടുത്താൽ, അതായത് ഫതഹ് ഇട്ട് കൊടുത്താൽ ആ എന്നും, അലിഫിന് താഴെ വരയിട്ട് കൊടുത്താൽ ഇ എന്നും, ആ ഇടുന്ന വര കെസ്ർ എന്നാ പറയാ. അലിഫിന് താഴെ കെസ്ർ ഇട്ട് കൊടുത്താൽ ഇ എന്നും, വീണ്ടും അലിഫിന് മുകളിൽ ലമ്മിട്ട് കൊടുത്താൽ ഉ എന്ന് വായിക്കും. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച 3 അക്ഷരം ആ, ഇ, ഉ. അലിഫിന് നമ്മള് ഫതഹും കസ്റും ലമ്മും ചേർത്ത് ആ, ഇ, ഉ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ, ഇ, ഉ. നോക്കിക്കേ, ശ്രദ്ധിച്ചോളൂ. അറബിക് ആൽഫബറ്റ്സിലെ ഫസ്റ്റ് ലെറ്റർ ആണ് എന്ത്? അലിഫ്. ഇതെന്താ? അലിഫ് എന്നെങ്ങനെ എഴുതാന്ന് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? വളവും വേണ്ട, ചെരിവും വേണ്ട, മുകളിൽ നിന്നും താഴോട്ട് അല്ലേ? എങ്ങനെയാ? വളവും വേണ്ട. How many letters in Arabic alphabet? How many letters? 28. അതിൽ ഫസ്റ്റത്തെ ലെറ്റർ ആണ് എന്ത്? ഈ കാണുന്ന അലിഫ്. ഈ അലിഫിന് നമ്മൾ ഫതഹും കസ്റും ചിഹ്നങ്ങൾ ചേർത്തിട്ട് എന്ത് ചെയ്താ? ആ, ഇ, ഉ എന്ന് പഠിച്ചല്ലേ? ദാ ആ, അലിഫ് എഴുതി, കസ്ർ ഇട്ട് കൊടുത്ത് ഇ, അലിഫ് വീണ്ടും എഴുതി, ലം ഇട്ട് കൊടുത്ത് ഉ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ഇന്ന് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് അലിഫാണ്. അലിഫിന് ചിഹ്നങ്ങൾ ചേർത്ത് ആ, ഇ, ഉ പഠിച്ചു അല്ലേ? പിന്നെ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കുറെ വാക്കുകൾ പഠിച്ചു.
പഠിച്ചില്ലേ? ഈ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കുറെ വാക്കുകൾ മിസ് പഠിപ്പിച്ചു. ഓക്കെ അല്ലേ? ഊ എന്ന വാക്കുകൾ അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ മിസ് പഠിപ്പിച്ചു. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ആരാ താടിയിൽ കൈ കൊടുത്തിരിക്കുന്നേ? മടുത്ത് ക്ലാസ് മടുത്തതിന്റെ ലക്ഷണമാണ്. ഒന്ന് എന്താ താടിയിൽ കൈ കൊടുത്തിരിക്കുക, രണ്ട് ടൈം നോക്കുക വാച്ചില് അല്ലേ? ആ ഓക്കെ. അപ്പൊ എന്ത് ഈ മൂന്ന് അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകൾ പഠിച്ചിട്ടുണ്ടേ. മിസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനും പറയാനും കിട്ടണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന റൈറ്റിംഗ് പ്രാക്ടീസിന് കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഓരോന്നും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചിട്ട് നന്നായിട്ട് എഴുതി പഠിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ഇടാൻ പറ്റുന്ന വേർഡുകളാണ്. ഓക്കെ, ക്ലാസ് ഉണ്ടെങ്കിൽ ഡിക്റ്റേഷൻ ഇടേണ്ട വേർഡുകളാണ് ഇതൊക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കുക, ചോദിക്കാം കേട്ടോ. തെറ്റ് പഠിച്ചു വെക്കരുത്, പിന്നെ നമുക്ക് തിരുത്താൻ പാടാണ്. പഠിക്കുമ്പോ തന്നെ കറക്റ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ ഓക്കെ, ഇത് നന്നായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം? മിസ് എഴുതണം അയക്കണം എന്ന് പറഞ്ഞതല്ലാതെ നിങ്ങൾ ഒരാളെ മിസ്സിന് വാട്സപ്പ് ചെയ്ത് തരാറില്ല. LKG കുട്ടികളൊക്കെ ബെറ്ററാ. LKG കുട്ടികൾ പിന്നെ എഴുതി അയക്കുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് എഴുതുക, നന്നായി പഠിക്കുക. ഈ വാക്കുകൾ മിസ് എപ്പോ ചോദിച്ചാലും ഈ പിക്ചർ കാണിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് ഏതാന്നുള്ളതും അത് എഴുതാനും കൂടെ പഠിക്കണം. ഓക്കെ, കുഞ്ഞു കുഞ്ഞു വാക്കുകളിലെല്ലാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഉണ്ടോ? ഹെവൻ ഇല്ല. ദേവാഞ്ജന മിസ് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ മോൾക്ക്? ഓക്കെ. ലക്ഷ്മിപ്രിയ ഓക്കെ അല്ലേ? ഓക്കെയാണ്. ശ്രീദേവ് കൃഷ്ണ മനസ്സിലാവുന്നുണ്ടോ മോനെ? ഓക്കെ. ഏഞ്ചൽ എല്ലാരും ഓക്കെ ആണല്ലേ? ഹാപ്പി അല്ലേ എല്ലാരും? ഓക്കെ ഓക്കെ, അത് എൻജോയ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ ഒരാഴ്ചന്റെ ഉള്ളില് ഈ അക്ഷരങ്ങൾ നന്നായി എഴുതുക. അതെന്താ വായിക്കാന്നുള്ളത് പഠിക്കുക, അത് എഴുതാനും കൂടെ പഠിക്കുക കേട്ടോ. വെറുതെ പഠിച്ചതിനെ കൊണ്ട് കാര്യമില്ല. മടുപ്പ് പിടിച്ചല്ലേ പിന്നെ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായി. നെക്സ്റ്റ് വീക്ക് അല്ലേ ഉള്ളൂ. നെക്സ്റ്റ് വീക്ക് നമുക്ക് പുതിയ പാഠ പഠിക്കാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, നന്നായി പഠിക്ക, നല്ല മക്കളാവാ, മുതിർന്നവർ പറയുന്ന അനുസരിക്ക ട്ടോ. ഓക്കെ, താങ്ക് യു.